ഹലോ എവരി വൺ, വെൽക്കം ടു ദ ക്ലാസ്സസ് ഓഫ് ഡിസൈൻ ഓഫ് സ്റ്റേജ് സ്ട്രക്ചേഴ്സ്. ഇത് നമ്മൾ നോക്കാൻ പോകുന്നത് ഡിസൈൻ ഓഫ് ടെൻഷൻ മെമ്പറിലെ ഒരു പ്രോബ്ലം ആണ്. നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ അതിൻ്റെ പ്രൊസീജിയറും ഒരു പ്രോബ്ലം ചെയ്തായിരുന്നു. ഇനിയൊരു പ്രോബ്ലം കൂടെ നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം പ്രോബ്ലത്തിലേക്ക് കിടക്കാം. Design a suitable angle section to carry a factored tensile force of 210 kN assuming a single row of M20 bolts. The yield strength and ultimate strength of the material is 250 MPa and 410 MPa respectively. The length of the member is 3 meter. Okay, ഇത്രയും തന്നിട്ടുണ്ട്. Then നമുക്കറിയാം ഫാക്ടേർഡ് ടെൻസൈൽ ഫോഴ്സ് നമ്മൾ ഗിവൺ ഡേറ്റാസ് എടുത്ത് എഴുതുകയാണ്. M20 ബോൾട്ട് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഡയ 20 mm ആയിരിക്കും. ദെൻ FI 250 Nm², അതായത് മെഗാപാസ്കൽ. FU 410 MPa. ദെൻ L എഫക്റ്റീവ്, അതായത് നമുക്കിവിടെ ലെങ്ത് ഓഫ് മെമ്പർ തന്നിട്ടുണ്ട്. കഴിഞ്ഞ ഒരു പ്രോബ്ലത്തിൽ നമുക്ക് ലെങ്ത് ഓഫ് മെമ്പർ തന്നിട്ടില്ലായിരുന്നു. ലെങ്ത് ഓഫ് മെമ്പർ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു കാര്യം നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. എന്താണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്? സ്ലെൻഡർനെസ് റേഷ്യോ നമുക്കിവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ സ്ലെൻഡർനെസ് റേഷ്യോ ഒക്കെ 3000 mm എന്ന് എഴുതുകയാണ്. ഓക്കെ, ദെൻ സ്റ്റെപ്പ് 1 എന്ന് പറഞ്ഞാൽ കാൽക്കുലേഷൻ ഓഫ് ഗ്രോസ് ഏരിയ ഓഫ് മെമ്പർ. അതിൽ അപ്പോൾ നമുക്കറിയാം ഡിസൈൻ സ്ട്രെങ്ത് ഡ്യൂ ടു യീൽഡിങ് ഓഫ് ഗ്രോസ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ TDG AGFI/γm0 ആണെന്ന് നമുക്കറിയാം. അതിൽ നിന്ന് ഏജ് നമ്മൾ കണ്ടുപിടിക്കുന്നു. ഓക്കെ, ഏജ് കണ്ടുപിടിക്കുമ്പോൾ 924 mm² എന്ന് കിട്ടും, 9.24 cm² എന്ന് കിട്ടും. ഇനി നമുക്കിവിടെ നിന്ന് അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സെലക്ഷൻ ഓഫ് സെക്ഷൻ ആണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഈ 9.24 cm²നെക്കാട്ടിൽ ഹയർ ഗ്രോസ് ഏരിയ ഉള്ള ഒരു സെക്ഷൻ നമ്മളിവിടെ സെലക്ട് ചെയ്യാണ്. ഇവിടെ ഡബിൾ ആംഗിൾ സെക്ഷൻ അല്ല, സിംഗിൾ ആംഗിൾ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈക്വൽ ആംഗിൾ സെക്ഷൻ തന്നെ തിരഞ്ഞെടുക്കുകയാണ്. ഓക്കെ, പിന്നെ വേറൊരു രീതിയിൽ നമുക്കിവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യാവുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനിവിടെ സൈഡിലാണ് അത് എഴുതിയിരിക്കുന്നത്. സ്ലെൻഡർനെസ് റേഷ്യോയുടേത് λ/KL/R. ഇതിൽ 350 എന്ന് പറഞ്ഞാൽ നമുക്ക് എവിടെ നിന്ന് കിട്ടും? ടേബിളിൽ നിന്ന് കിട്ടുമെന്ന് ഞാൻ നേരത്തെ പ്രൊസീജിയർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പേജ് നമ്പർ 20 ടേബിൾ 3 കേസ് 5, അതായത് അവിടാണ് നമ്മുടെ ടെൻഷൻ മെമ്പർ റൂഫ് ട്രസ് ആ ഒരു കേസിലാണ് നമ്മുടെ ഈ പ്രോബ്ലത്തിലെ കാര്യം പറയുന്നത്. അപ്പോൾ അതിന് നമുക്ക് അവിടുത്തെ വാല്യൂ നമുക്ക് 350 കിട്ടും. KL എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 3000 ആണ്, /R. അപ്പം R മിനിമം ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇത് ചെയ്യുമ്പോൾ നമുക്ക് 8.5 എന്ന് കിട്ടും, 8.5 mm. ദെൻ നമുക്ക് 8.85 cm എന്ന് എടുക്കാം. ഓക്കെ, അപ്പം ഈ സെക്ഷൻ നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് R മിനിമം എന്നുള്ളത് RXS, RYY, RZZ ഈ ഒരു കാറ്റഗറിയിൽ നമുക്ക് ഇത്രയും കിട്ടും. ഇതിൽ നമുക്ക് R മിനിമം എന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ R മിനിമം എന്ന് പറഞ്ഞാൽ എപ്പോഴും 0.85 cm ആയിരിക്കണം. എന്ന് വെച്ചാൽ നമുക്ക് കിട്ടുന്ന അവിടുത്തെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇതിനെക്കാട്ടി കുറച്ച് കൂടെ ഹൈ ആയിരിക്കണം. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ സെക്ഷൻ തന്നെ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്കിവിടെ കിട്ടുന്നത് 1 something ആയിരിക്കും അവിടെ കിട്ടുന്ന R എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഈ ഒരു കാറ്റഗറി വെച്ചും നമുക്ക് സെക്ഷൻ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് ഞാൻ പറയുകയാണ്. മനസ്സിലായോ? നമ്മൾ സെക്ഷൻ കണ്ടുപിടിക്കേണ്ടത് ഈ ഗ്രോസ് ഏരിയയെക്കാട്ടി വലിയ നമുക്ക് കിട്ടുന്ന ഗ്രോസ് ഏരിയയെക്കാട്ടി ഹയർ ഗ്രോസ് ഏരിയ ഉള്ള ഒരു സെക്ഷനാണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യേണ്ടത്. നമുക്ക് ഇവിടെ ലെങ്ത് ഓഫ് മെമ്പർ തന്നിട്ടുള്ള ഒരു കേസ് ആയതുകൊണ്ട് സ്ലെൻഡർനെസ് റേഷ്യോ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട ഒരു കേസ് ആയതുകൊണ്ട് R മിനിമം വെച്ച് നമുക്ക് ഈ സെക്ഷൻ അഡോപ്റ്റ് ചെയ്യാമെന്ന് പറയുമായിരുന്നു. മനസ്സിലായല്ലോ? ദെൻ ബോൾട്ട് വാല്യൂ എന്ന് പറഞ്ഞാൽ ഷിയർ കപ്പാസിറ്റി ഓഫ് ബോൾട്ട് നമ്മൾ കണ്ടുപിടിക്കും. VDSP = VNSP/γm1. ഇതിൽ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ നേരത്തെയുള്ള കേസിൽ ഡബിൾ ആംഗിൾ സെക്ഷൻ ആയിരുന്നു പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ NN = 1, NS = 1 ആയിരുന്നു. പക്ഷെ ഇവിടെ സിംഗിൾ ആംഗിൾ ആയതുകൊണ്ട് സിംഗിൾ ഷിയറേ ഉണ്ടാകും. NN = 1 ആൻഡ് NS = 0 ആയിരിക്കും. ഈ കേസ്
ഓർമ്മയിലിരിക്കണം കേട്ടോ. ദെൻ നേരത്തേക്ക് ഡബിൾ ആംഗിൾ സെക്ഷൻ ആയിരുന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു, നമുക്ക് കിട്ടുന്നതിന് സിംഗിൾ ആംഗിൾ ആക്കുമായിരുന്നു ചെയ്യുന്നത്. ദെൻ ചെക്കൊക്കെ ചെയ്യുമ്പോൾ *2 ചെയ്യുമായിരുന്നു, ഡബിൾ ആംഗിളിന് വേണ്ടി ചെയ്യുമായിരുന്നു. ഇവിടെ സിംഗിൾ ആംഗിൾ ആയതുകൊണ്ട് അങ്ങനെ ഒന്നും ചെയ്യേണ്ടി വരത്തില്ല. ഓക്കെ, അത് ക്വസ്റ്റ്യന് പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഓക്കെ, ദെൻ VDSB നമുക്ക് ആൻസർ കിട്ടും. ദെൻ ബിയറിംഗ് കപ്പാസിറ്റി ഓഫ് ബോൾട്ടിലേക്ക് പോകുന്നു. VDPB = VNPB / Γ m1. ഇതിൽ പിച്ച് കണ്ടുപിടിക്കുന്നു. ദെൻ എഡ്ജ് ഡിസ്റ്റൻസ്. ദെൻ KB യുടെ കുറേ കണ്ടീഷൻസ് ഉണ്ടല്ലോ. കുറേ പ്രോബ്ലം ചെയ്തിട്ടുണ്ടായതുകൊണ്ടാണ് ഞാൻ കണ്ടീഷൻ ഒന്നും എഴുതിയില്ല. നിങ്ങൾ ചെയ്യുമ്പോൾ അത് എഴുതിക്കോണേ. KB = 0.5 എന്ന് അഡോപ്റ്റ് ചെയ്യാൻ. തിക്നെസ് 8 mm. ദെൻ VDPB നമുക്ക് ആൻസർ കിട്ടും. ദെൻ ബോൾട്ട് വാല്യൂ ഈ ഷിയർ കപ്പാസിറ്റിയിലും ബിയറിംഗ് കപ്പാസിറ്റിയിലും ചെറിയ വാല്യൂ, സ്മാളസ്റ്റ് വാല്യൂ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നു. നമ്പർ ഓഫ് ബോൾട്ട് ഫാക്ടേർഡ് ലോഡ് / ബോൾട്ട് വാല്യൂ അത് ചെയ്യുമ്പോൾ 4.63 എന്ന് കിട്ടും. ദെൻ നമ്മൾ 5 നമ്പേഴ്സ് അഡോപ്റ്റ് ചെയ്യുന്നു. ദെൻ അതിൻ്റെ ഒരു ഡീറ്റെയിലിംഗ് വരച്ചിരിക്കണേ. ദെൻ ചെക്ക് ചെയ്യുകയാണ്. ചെക്ക് ചെയ്യുകയെന്ന് വെച്ചാൽ സ്റ്റെപ്പ് 5 ഡിസൈൻ സ്ട്രെങ്ത് ഈൽഡിങ് TDG കണ്ടുപിടിക്കുകയാണ്. നമുക്ക് കിട്ടിയ ഗ്രോസ് ഏരിയ ഉപയോഗിച്ച് TDG കണ്ടുപിടിക്കുമ്പോൾ അത് > ഫാക്ടർ ലോഡ് ആണെങ്കിൽ നമ്മൾ സേഫ് ആണ്. ദെൻ സ്ട്രെങ്ത് ഇൻ റപ്ചർ, ഈ ഫോർമുല ഉണ്ടല്ലോ, ഫോർമുല വെച്ച് ANC, AGO, ബീറ്റ ഇതെല്ലാം ഫൈൻഡ് ഔട്ട് ചെയ്യണം. നമുക്കറിയാം ANC എന്ന് പറഞ്ഞാൽ എന്താണ്, കണക്റ്റഡ് ലെഗിൻ്റെ നെറ്റ് ഏരിയ ആണ്. കണക്റ്റഡ് ലെഗിൻ്റെ ലെന്ത് 65 മൈനസ് ഡയ ഓഫ് ഹോൾ DH മൈനസ് തിക്നെസ് /2 ഇൻറ്റു തിക്നെസ് ANC കിട്ടും. AGO എന്ന് പറഞ്ഞാൽ ഔട്ട്സ്റ്റാൻഡിങ് ലെഗിൻ്റെ ഗ്രോസ് ഏരിയ ആണ്. അപ്പം നമുക്ക് ഡയ ഓഫ് ഹോൾ കൺസിഡർ ചെയ്യേണ്ട, അതിൻ്റെ ലെന്ത് മൈനസ് തിക്നെസ് /2 ഇൻറ്റു തിക്നെസ്. ദെൻ W എന്ന് പറഞ്ഞാൽ അവിടെ 65 ആയിരിക്കും, ഔട്ട്സ്റ്റാൻഡിങ് ലെഗിൻ്റെ ലെന്തായിരിക്കും. W1 എന്ന് പറഞ്ഞാൽ ഗേജ് ഡിസ്റ്റൻസ് ആണ്. അത് കിട്ടുന്നത് നമ്മുടെ ഔട്ട്സ്റ്റാൻഡിങ് ലെഗിൻ്റെ കണക്റ്റഡ് ലെഗിൻ്റെ ലെന്ത് എത്രയാണ്, 65 ആണ്. അതിൽ നിന്ന് എഡ്ജ് ഡിസ്റ്റൻസ് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ഗേജ് ഡിസ്റ്റൻസ് കിട്ടും. ഓക്കെ, ദെൻ BS എന്ന് പറഞ്ഞാൽ W + W1 - T ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ദെൻ LC എന്ന് പറഞ്ഞാൽ എന്താണ്, LC എന്ന് പറഞ്ഞാൽ ഇപ്പം ഇതിൻ്റെ ഈ സെൻറ്റർ തൊട്ട് ഫസ്റ്റ് നമ്മുടെ ബോൾട്ടിൻ്റെ സെൻറ്റർ ടു ലാസ്റ്റ് ബോൾട്ടിൻ്റെ സെൻറ്റർ വരെയുള്ള ഡിസ്റ്റൻസ് ആണ്. അതാണ് 50 × 4 200 mm എന്ന് എഴുതിയിരിക്കുന്നത്. ദെൻ ബീറ്റ നമുക്ക് കിട്ടിയിരിക്കുന്നു. ദെൻ TDB അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം അതും > 210 kN ആയതുകൊണ്ട് സേഫ് ആണെന്ന് പറയാം. നെക്സ്റ്റ് ബ്ലോക്ക് ഷിയർ സ്ട്രെങ്ത് നമുക്കറിയാം 2 കേസസ് ഉണ്ട്. അതിൽ നമുക്ക് AVG നോക്കാം. ഫസ്റ്റ് AVG എന്ന് പറയുന്നതും നമുക്കറിയാം. AVG എങ്ങനെ, ഇവിടം തൊട്ട് ഈ ലാസ്റ്റ് ബോളിൻ്റെ സെൻറ്റർ വരെയുള്ള ഡിസ്റ്റൻസ് അതപ്പോൾ എത്ര കിട്ടും, ഇടയ്ക്കുള്ളതെല്ലാം 50 × 4 പ്ലസ് ഈ ഒരു ഡിസ്റ്റൻസ് 40 ഇൻറ്റു തിക്നെസ്. AVN എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെയുള്ള ഹോള് ഇതിപ്പോൾ 1 2 3 4 1/2 അതാണ് 4.5 വന്നേക്കുന്നത്. 240 - 4.5 ഇൻറ്റു DH ഇൻറ്റു 8. ദെൻ അതേപോലെ തന്നെ ATG എന്ന് പറയുന്നത് ഇവിടെ ഈ ഡിസ്റ്റൻസ് ഇൻറ്റു തിക്നെസ്. ദെൻ ATN എന്ന് പറഞ്ഞത് ഡിസ്റ്റൻസ് മൈനസ് DH / 2 അതായത് ഹാഫ് ബോൾട്ട് വരത്തില്ലേ ഇൻറ്റു തിക്നെസ്. അതിൽ TDBയിലും നമ്മൾ സ്മാളസ്റ്റ് വാല്യൂ എടുക്കുന്നു. അത് > 210 kN ആയതുകൊണ്ട് സേഫ്. ദെൻ സ്ലണ്ടർനെസ് റേഷ്യോ L-effective / മിനിമം റേഡിയസ് ഓഫ് ഗിയറേഷൻ നമുക്കറിയാം അത് 3000 ആണ്. ദെൻ ഇത് എവിടെ നിന്ന് കിട്ടുന്നത്, R മിനിമം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മൾ ആ സെക്ഷൻ വെച്ചിട്ട് അഡോപ്റ്റ് ചെയ്തു. നേരത്തെ ഞാൻ ഒരു കേസസിൽ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് R മിനിമം വെച്ചും അവിടെ വെച്ചും R മിനിമം വെച്ചും നമുക്ക് സെക്ഷൻ സെലക്ട് ചെയ്യാമെന്ന്. ഓക്കെ, അപ്പം അവിടുത്തെ ആ R മിനിമം ആണ് നമ്മൾ സെലക്ട് ചെയ്ത സെക്ഷന് നേരെയുള്ള R മിനിമം ആണ് 1.25 സെൻറ്റിമീറ്റർ. ഓക്കെ, അത് 12.5 mm നമ്മൾ എടുക്കുന്നു ഇവിടെ. എന്നിട്ട് അത് നമ്മുടെ 350 mm ഒക്കെ നമ്മുടെ ടേബിൾ 3-ലെ കേസ് 5 നമ്മൾ പറഞ്ഞില്ലേ പേജ് നമ്പർ 20-ൽ, അതിൽ 350 mm കൂടുതലായതുകൊണ്ട് ഹെൻസ് സേഫ്. ഓക്കെ, ഇതാണ് പ്രോബ്ലം. സിംഗിൾ ആംഗിളിൻ്റെ ആണ് പ്രത്യേകിച്ച് കൺസിഡർ ചെയ്യേണ്ടത്. മറ്റേ നമ്മൾ സിംഗിൾ ഷിയർ ആയതുകൊണ്ട് NN 1 NS 0 ആയിരിക്കും. വേറെ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും വലിയ ഡിഫറൻസ് ഒന്നും വരുന്നില്ല. പിന്നെ ഡബിൾ ആംഗിൾ അല്ലാത്തത് കൊണ്ട് തന്നെ
നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് വരുന്നില്ല, ഈ ചെക്ക് എല്ലാം ചെയ്യുമ്പോൾ ഇൻറ്റു 2 ചെയ്യേണ്ടി വരുന്നില്ല. ഓക്കെ, താങ്ക് യു.